ബഹുമാനരായ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നവംബർ 14 സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. ഇന്നത്തെ കുട്ടികളാണ് നാളെ ഇന്ത്യ എന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ലോകം മുഴുവൻ ആദരിക്കുന്ന നേതാവ്, ഒരുപാട് കൃതികൾ രചിച്ച മഹാനായ ഗ്രന്ഥകാരൻ, മികച്ച രാഷ്ട്രീയ ചിന്തകനും പ്രാസംഗികനും, സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രമുഖൻ, ദാരിദ്ര്യവും നിരക്ഷരയും കലാപങ്ങളും ഒക്കെയായി ഏറെ പിന്നിലായ നമ്മുടെ ഇന്ത്യയെ മുന്നോട്ട് നയിച്ച നവഭാരത ശില്പി. അങ്ങനെയുള്ള നെഹ്റു എങ്ങനെയാണ് കുട്ടികളുടെ ചാച്ചാജിയായി മാറിയത്? അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്തുകൊണ്ടാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വെളുത്ത കുപ്പായത്തിൽ എപ്പോഴും കൂടി കഴിഞ്ഞിരുന്ന അനന്മയി പോവിനെ പോലെ നമ്മളിനായിരുന്ന ചാച്ചാജിക്ക് കുട്ടികളെ ഏറെ ഇഷ്ടമായിരുന്നു. നമ്മൾ കുട്ടികൾ പഠിച്ച് കളിച്ച് മിടുക്കരായി വളർന്നാൽ അതാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര തിരക്കിനിടയിലും കുട്ടികളോട് ചെലവഴിക്കാനും സംസാരിക്കാനും അവർക്ക് നല്ല നല്ല സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. ചാച്ചാജി മകളായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് ജയിലിൽ നിന്ന് അയച്ച കത്തുകൾ ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പേരിൽ പുസ്തകമായിട്ടുണ്ട്. അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവും സംസ്കാരവും പ്രകൃതിയും മൃഗങ്ങളും പക്ഷികളും ഒക്കെ വിഷയമായിട്ടുണ്ട്. മുഴുവൻ കുട്ടികൾക്കുമായാണ് ആ കത്തുകൾ. അങ്ങനെയുള്ള ചാച്ചാജിയെക്കുറിച്ച് നമ്മൾ അറിയണം, പഠിക്കണം. ഇന്ന് ഒരുപാട് കുട്ടികൾ ചൂഷണത്തിന് ഇരയാകുന്നു എന്നത് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട, ചൂഷണത്തിന് ഇരയാക്കപ്പെട്ട കുട്ടികളെ നമ്മൾ കണ്ടെത്താനും അവരെ സാമൂഹ്യ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അതുവഴി ആധുനിക ഇന്ത്യയെ പടുത്തുയർത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചാച്ചാജി ആഗ്രഹിച്ചതുപോലെ നമുക്ക് ചുറ്റുമുള്ള നന്മകളെ സ്വീകരിക്കാനും തിന്മകളെ ചൂണ്ടിക്കാട്ടാനും നമുക്ക് കഴിയണം. ഭാരതം ലോകത്തിന് സംഭാവന നൽകിയ ആ മഹത് വ്യക്തിയുടെ വാക്കുകൾ കൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു വർഷത്തേക്കാണ് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കൃഷി ചെയ്യുക. നിങ്ങൾ 10 വർഷത്തേക്കാണ് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ മരം നടുക. നിങ്ങൾ ഒരു നൂറ്റാണ്ടിലേക്കാണ് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ കുട്ടികളെ നന്നായി വളർത്തുക. ജയ് ജയ് ചാച്ചാജി, ജയ് ജയ് ചാച്ചാജി. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ശിശുദിനം ആശംസകൾ.